നമ്മളൊരു പുതിയ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം ഫീച്ചേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് എന്ന ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും അറിയാത്ത കൂട്ടുകാരാണ് നമ്മുടെ ഇടയിൽ കൂടുതലെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല സ്മാർട്ട് ഫോണിൽ. അങ്ങനെ നിങ്ങൾക്കറിയാത്ത അല്ലെങ്കിൽ അറിയുന്നതായിരിക്കും, പക്ഷേ നിങ്ങൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഹിഡൻ ആയി കിടക്കുന്ന, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഏത് സ്മാർട്ട് ഫോണിൻ്റെ ആണെന്നല്ലേ, സാംസങ് ഗാലക്സി F41 എന്ന സാംസങ് ഏറ്റവും പുതിയതായിട്ട് പുറത്തിറക്കിയ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 20+ ഫീച്ചേഴ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഷിബിൻ. ലെറ്റ്സ് ബിഗിൻ. ഒന്നാമത്തെ ഫീച്ചർ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമ്മൾ കൺട്രോൾ സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും താഴെ കാണാനായി സാധിക്കും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് ടാപ്പ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് നമ്മളിത് ഓൺ ചെയ്യുക. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ടാപ്പ് ടു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിലൊന്ന് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്തായി ഇപ്പോൾ ഓൺ ആവും അല്ലേ. അപ്പോൾ നമുക്കതല്ല, നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യണം, നമുക്ക് ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരണം എന്നുണ്ടെങ്കിൽ നമുക്കതിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്കിവിടെ വേണം ഷോ ഓൾവേസ് എന്ന് പറഞ്ഞിട്ടല്ലേ, നമുക്കൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എപ്പോഴും എന്ത് ചെയ്യും, അത് കാണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ ടൈം എന്തായിരിക്കും, അത് ഓൺ ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം അത് നല്ലൊരു ഫീച്ചറാണല്ലേ. അതിന് പുറമെ അത് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. ഏത് സമയത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഇനി രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് മോഡാണ്. അപ്പോൾ ഡാർക്ക് മോഡ് എല്ലാ സ്മാർട്ട് ഫോണിലും ഉള്ള പോലെ തന്നെ ഇതിലും നല്ല രീതിയിൽ തന്നെ വൃത്തിക്ക് തന്നെ നല്ല ബ്ലാക്ക് കളർ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അവിടെയൊന്നും നമുക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല. അപ്പോൾ ഈ ഡാർക്ക് മോഡ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണോ? ഇവിടെ നിങ്ങൾക്ക് ടേൺ ഓൺ ആസ് ഷെഡ്യൂൾഡ് എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായി സാധിക്കും. ഒന്നെന്നാണ് സൺസെറ്റ് ടു സൺറൈസ്. ആ സമയമാകുമ്പോഴേക്കും എന്തായിരിക്കും, അത് ടേൺ ഓഫും ടേൺ ഓണോ ആവും കേട്ടോ. പിന്നെ കസ്റ്റം ഷെഡ്യൂൾഡ്, നമുക്ക് ഏത് സമയം മുതൽ ഏത് സമയം വരെ എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ രണ്ട് മെത്തേഡ്സ്, നല്ല കിടിലൻ മെത്തേഡുകളാണല്ലേ. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് മോഡാണ്. ഫോക്കസ് മോഡ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണും, വർക്ക് ടൈം അല്ലെങ്കിൽ മീ ടൈം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വർക്ക് ടൈം നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒഴികെ ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും എന്താണ്, കംപ്ലീറ്റ് ഫ്രീസ് ആവും. കണ്ടില്ലേ, ഈ ആപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ആ ഫ്രീസ് മോഡ് അല്ലെ ഫോക്കസ് മോഡ് നമ്മൾ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് പഴയ പോലെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വർക്കിംഗ് ടൈമിൽ നമുക്ക് വേറെ യാതൊരു എന്താണ് പറയുക, ഡിസ്റ്റർബൻസും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോപ്പപ്പ് വിൻഡോസാണ്. അതായത് കണ്ടില്ല നിങ്ങൾ, ഇപ്പോൾ നമുക്കിങ്ങനെ റീസെൻറ്റ് ടാബ് എടുത്തിട്ട് നമുക്ക് ഈ റീസെൻറ്റ് ടാബിൽ ഏറ്റവും ടോപ്പിലായിട്ട് ആപ്പിൻ്റെ ഐക്കൺ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണുന്നുണ്ട്, ഓപ്പൺ ഇൻ പോപ്പപ്പ് വ്യൂ എന്ന് കാണുന്നുണ്ട് അല്ലേ. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ലേ നമുക്ക് പോപ്പപ്പ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വേറെ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ ആപ്ലിക്കേഷനുകളും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ടാപ്പ് ചെയ്ത് കൊടുക്കുക, പോപ്പപ്പ് കൊടുക്കുക. ഇപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻസ് എന്ത് വന്നിട്ടുണ്ട്, പോപ്പപ്പ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, രണ്ട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം അതും നല്ലൊരു കിടിലൻ ഫീച്ചർ തന്നെയാണ് അല്ലേ. കൊള്ളാം, സംഗതിയൊക്കെ ഉഷാറായിട്ടുണ്ട്. അടുത്തൊരു കിടിലൻ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഡയൽ പാഡ് എടുക്കുക, മുകളിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡിംഗ് കോൾസ് എന്ന് കാണാനായി സാധിക്കില്ലേ. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഇനി കോൾസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൾസ് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി കോൾ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പം അതും നല്ലൊരു ഫീച്ചറാണ്. അടുത്തത് കോൾ ഡിസ്പ്ലേ വരുന്നതാണ്. അതായത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് എന്ത് വരും, നമുക്ക് കോൾ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫുൾ ഡിസ്പ്ലേയിലേക്ക് ആവില്ലേ കോൾ വരിക. അപ്പോൾ നമുക്കതൊരു ഹാഫ് ഡിസ്പ്ലേ പോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയൽ പാഡ് എടുക്കുക, സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കോൾ ഡിസ്പ്ലേ വൈൽ യൂസിങ് ആപ്സ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഫുൾ സ്ക്രീൻ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫുൾ സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെയാണ് വിസിബിളായിട്ട് വരിക കോൾ വരുമ്പോൾ. നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേട്ടോ, പോപ്പപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ, മിനി പോപ്പപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ. അപ്പോൾ ഇതും നല്ലൊരു ആപ്ലിക്കേഷനാണ്. കംപ്ലീറ്റ് അങ്ങനെ ആവുന്ന കേട്ടോ. ഇനി നമ്മൾ കോൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്താവും, ചിലപ്പോൾ ഫുൾ സ്ക്രീനിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കിവിടെ കീപ്പ് കോൾസ് ഇൻ പോപ്പപ്പ്, അതായത് പോപ്പപ്പിൽ തന്നെ കോൾ ആ ഒരു കാര്യം തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ സ്ക്രീനിലേക്ക് മാറി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചർ കൂടി നമുക്കവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് അറിയില്ല, നമുക്കിവിടെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ആപ്ലിക്കേഷൻസ് നമ്മൾ സെർച്ച് ചെയ്യൂലേ,
ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് നമ്മൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് വരും. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ലിസ്റ്റ് മാത്രമാണ് വരിക, അല്ല നമുക്ക് വന്ന മെസ്സേജസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഗ്ലോബൽ സെർച്ച് ഓപ്ഷനാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആപ്പ് മാത്രമല്ല, നിങ്ങൾക്ക് വന്ന മെസ്സേജസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഡിസ്കവർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇത് നമ്മുടെ പേഴ്സണൽ ആപ്പുകളാണ്. ഇവിടെ നമുക്ക് കണ്ടോ ഡിസ്കവർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുള്ളത്. അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് റെക്കമെൻഡേഷൻസ് കാണാനായിട്ട് സാധിക്കും. ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസിൻ്റെ റെക്കമെൻഡേഷൻസ്, അതേപോലെ ആഡ് കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഡിസ്കവറിൻ്റെ സംഗതി നിങ്ങൾക്ക് വേണ്ട, അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ടോപ്പിൽ എന്തുണ്ട്, ഒരു 3 ഡോട്ട്സ് ഉണ്ട് അല്ലേ, അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കവർ സെറ്റിങ്സ് ഉണ്ട്. ഈ ഡിസ്കവർ സെറ്റിങ്സിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് ഓഫ് ചെയ്യുക. അത് പോയോ? യെസ്, കണ്ടില്ലേ, ആഡ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എന്തായി അവിടുന്ന് പോയല്ലേ. അപ്പോൾ അത് നല്ലൊരു കിടിലൻ ഫീച്ചർ തന്നെയാണ്. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൺട്രോൾ സെൻറ്റർ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ താഴേക്ക് വലിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ബ്രൈറ്റ്നസ് ഇവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലേ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒറ്റ പ്രാവശ്യം നമ്മൾ കൺട്രോൾ സെൻറ്റർ വലിക്കുമ്പോൾ തന്നെ ഇവിടെ ബ്രൈറ്റ്നസ് വരാനും ഒരു വഴിയുണ്ട്. നിങ്ങൾ കൺട്രോൾ സെൻറ്റർ താഴേക്ക് വലിക്കുക, മുകളിൽ 3 ഡോട്ട്സ് കാണാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് പാനൽ ലേഔട്ട് എന്ന് കാണാം, അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഷോ ബ്രൈറ്റ്നസ് ഓൺ ടോപ്പ് എന്ന് പറഞ്ഞിട്ട്, അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓണാക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ബ്രൈറ്റ്നസ്സിലെ. അപ്പം അതും നല്ലൊരു കിടിലൻ ഫീച്ചറാണല്ലേ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഈ കൺട്രോൾ സെൻറ്ററിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 3 ഡോട്ട്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് ബാർ എടുക്കുക. സ്റ്റാറ്റസ് ബാർ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഷോ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ബാറ്ററി പെർസെൻറ്റേജിൻ്റെ അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ്, ആ ബാറ്ററി എത്ര പെർസെൻറ്റേജ് ആണോ നമ്മുടെ ബാറ്ററി അതവിടെ എഴുതി കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും നല്ലൊരു കിടിലൻ ഫീച്ചർ തന്നെയാണ്. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫോണ്ട് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഡിസ്പ്ലേ എടുക്കുക. ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഫോണ്ട് സൈസ് ആൻഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അല്ലേ. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ട് കണ്ടില്ലേ, സൈസ് മാറ്റാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ തന്നെ എന്തുണ്ട്, ഫോണ്ട് സ്റ്റൈല് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിലുള്ളത് മാത്രം പോരാ, നമുക്ക് പുതിയത് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ഫോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഓപ്ഷനും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റേഴ്സാണ്. അപ്പോൾ ജസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പ്ലേ എടുക്കുക. ഡിസ്പ്ലേയിൽ എന്താണ് നമുക്കിവിടെ നാവിഗേഷൻ ബാർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ നാവിഗേഷൻ ബാറിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജസ്റ്റേഴ്സ് കാണാനായിട്ട് സാധിക്കും. അതിലൊന്നാമത്തേതായിട്ട് നാവിഗേഷൻ ബട്ടൺസ് ആണ്. അപ്പോൾ ബട്ടൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, താഴേക്ക് വന്നു. നമുക്ക് പുറകോട്ട് അടിക്കേണ്ടത് റീസെൻറ്റ് ടാബ്സ്, ഹോം ബട്ടണൊക്കെ നമുക്ക് ഇവിടെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ സൈഡ് ബാറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഫുൾ സ്ക്രീൻ ജസ്റ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഫുൾ ജസ്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റി, നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടച്ച് സെൻസിറ്റിവിറ്റി എന്ന ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തൊരു മികച്ച ഫീച്ചർ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ എഫക്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സെറ്റിങ്സ് എടുക്കുക, ബയോമെട്രിക്സ് ആൻഡ് സെക്യൂരിറ്റി എടുക്കുക. അതിൽ ബയോമെട്രിക്സ് പ്രിഫറൻസസ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അവിടെ സ്ക്രീൻ ട്രാൻസിഷൻ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം അതും നല്ലൊരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് വേറെയും കിടിലൻ സെറ്റിങ്സ് ഉണ്ട്. അഡ്വാൻസ് ഫീച്ചേഴ്സ് എടുക്കുക, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ മോഷൻ ആൻഡ് ജസ്റ്റേഴ്സ് കണ്ടില്ലേ, അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ലിഫ്റ്റ് ടു വേക്കപ്പ്, അതായത് നമ്മൾ ഫോൺ വെച്ചിട്ട് ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഫോൺ ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് എന്തായി ഫോൺ ഓൺ ആവും. അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് ടു വേക്കപ്പ് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് നോക്കാം, സ്ക്രീൻ ഓൺ ആവുന്നുണ്ട്. യെസ്, വളരെ കൂളായിട്ടുള്ള ഫീച്ചറാണ് അല്ലേ. അപ്പം അതുപോലെ തന്നെ റേസ് ടു വേക്കപ്പ്, നമ്മൾ എന്താണ് സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഫോൺ അവിടെ വെച്ചിട്ട് അത് എടുക്കുന്ന സമയത്ത് തന്നെ എന്തായിരിക്കും, ഫോണ് ഓൺ ആയിക്കൊണ്ടിരിക്കും. ഇനി സ്മാർട്ട് സ്റ്റേ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, നമ്മൾ ഇത് സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഒരിക്കലും എന്താവില്ല, ഓഫ് ആവില്ല. നമ്മുടെ സ്ക്രീൻ ലോക്ക് ടൈം 2 മിനിറ്റ് 1 മിനിറ്റ് 30 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഒരിക്കലും ഓഫ് ആകില്ല. അപ്പോൾ അതും കിടിലൻ ഒരു ഫീച്ചർ തന്നെയാണ് കേട്ടോ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ മെസ്സഞ്ചറാണ്. നമുക്ക് എന്ത് ചെയ്യാം, 2 ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം ഒരേ സമയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡ്യുവൽ ആപ്സ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ പറയാവുന്നതാണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, 2 ആപ്ലിക്കേഷൻസ് ഒരേ സമയം യൂസ് ചെയ്യാം. മെസ്സഞ്ചർ ആപ്ലിക്കേഷൻസ് കേട്ടോ, വാട്സാപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെയുള്ള പോലുള്ള ഏത് ആപ്ലിക്കേഷൻസും നമുക്ക് എന്ത് ചെയ്യാം, 2 എണ്ണം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തൊരു കിടിലൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻസ് ആണ്. അപ്പോൾ അതെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റിങ്സിൽ പോയിട്ട് ആക്സസിബിലിറ്റി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ എന്താണ്, ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ അല്ലേ. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പിടിക്കുക.
ടാപ്പ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഒരു പ്രിവ്യൂ കാണിച്ചു തരാം. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പം കണ്ടില്ലേ നമുക്കിങ്ങനെ ഫ്ലാഷ് അടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ ഫ്ലാഷ് ആണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എന്താണ് സ്ക്രീൻ ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു യെല്ലോ കളർ ഷെയ്ഡ് വന്നിട്ടില്ലേ, അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓണാക്കി വെക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് നല്ല തീം കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല കിടിലൻ വാൾപേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് തീംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാനായി സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഇൻ്റർഫേസിലേക്ക് വന്നു അല്ലേ. ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് കിട്ടും. ഒരുപാട് തീംസ് നമുക്കിവിടെ ഉണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വാൾപേപ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, കിഡിലിനായിട്ട് നിന്ന് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ കിഡിലൻ വാൾപേപ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല ഐക്കൺ ലിസ്റ്റുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഐക്കണാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നല്ലൊരു ഓപ്ഷനാണല്ലേ. ഇനി നിങ്ങൾക്കറിയാം ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു തീംസിൽ തന്നെ നമുക്ക് AODS എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ റൈറ്റ് സൈഡിൽ അല്ലേ. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻ്റർഫേസ് നമുക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്കറിയാം അവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ. അപ്പോൾ നമുക്ക് ഇവിടെ അതിനേക്കാളും കിഡിലിനായിട്ടുള്ള കുറേ സംഗതികൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ നമുക്ക് എക്സ്ട്രാ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഫീച്ചറൊക്കെ നമുക്ക് തരും. ടൈമും ഡേറ്റും അടക്കം നമുക്ക് ഈ ഒരു കാര്യം കൂടി എഴുത്തും കൂടെ നമുക്ക് തരും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതും നല്ലൊരു കിഡിലൻ ഫീച്ചർ തന്നെയാണ്. അടുത്തൊരു കിഡിലൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫേസ് വിഡ്ജറ്റാണ്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിൽ ലോക്ക് സ്ക്രീൻ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. അതിൽ ഫേസ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പിടിക്കുക. ടാപ്പ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഷോ ഓൺ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് കാണാം അല്ലേ. അതൊന്ന് ഓണാക്കി കൊടുക്കുക. ഓണാക്കി കൊടുത്തിട്ട് നിങ്ങൾ ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓണാക്കി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് മ്യൂസിക്കിൻ്റെ ഐക്കൺ വരണം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അലാമിൻ്റെ അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും നല്ലൊരു കിഡിലൻ ഫീച്ചർ തന്നെയാണ്. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് ആണ്. അതായത് നമ്മൾ ഈ ഒരു ലോക്ക് സ്ക്രീൻ, അതായത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കുന്ന സമയത്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് അവിടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേനെ നമുക്ക് ഓൺ ആക്കുന്ന സമയത്ത് ഷോർട്ട് കട്ട്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ബോട്ടം കോർണേഴ്സിൽ നമുക്ക് എന്ത് വരും, ഇവിടെ 2 ആപ്ലിക്കേഷൻ ലിസ്റ്റ് വന്നില്ലേ, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ആയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന രീതിയിൽ ഇപ്പോൾ ഈ 2 ആപ്ലിക്കേഷൻസ് കൊടുത്തു. ഞാനത് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ ആപ്ലിക്കേഷൻസ് ഇവിടെ വന്നിട്ടില്ല, 2 ആപ്ലിക്കേഷൻസ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫീച്ചറും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പം നല്ല നല്ല മികച്ച ഫീച്ചേഴ്സ് നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ആദ്യത്തെ മൈൽ സ്റ്റോൺ ആയിട്ടുള്ള 1K സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 800-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നമ്മുടെ ചാനലിലായിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് പക്കാ നമ്മൾ പൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ്. ഇറ്റ്സ് മീ ഷിബിൻ സൈനിങ് ഓഫ്.